എടാ സന്തോഷേ, എൻ്റെ കല്യാണ കാര്യം പറഞ്ഞപ്പോൾ നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞ എന്നതാ? ആ റോഡ് കെട്ടി കിടക്കണമെന്നല്ലേ? വേലി എല്ലാം താ പൊളിച്ച് തൊലിച്ചു വെച്ചേക്കുന്നു. ഇരുട്ട് കണ്ട പെണ്ണുങ്ങളുടെ പാവാട പൊക്കുന്ന അവന്മാരല്ലാതെ വേറെ ആരെങ്കിലും ഈ പണി ചെയ്യടാ? ഇനി അത് വേണ്ട. അത് തന്നെ കുറച്ച് ചുറ്റുവളഞ്ഞു പോട്ടെ നാറുകള്. അങ്ങനെയല്ലെന്ന് കല്ല് വെച്ച് കെട്ടിടക്കുന്നേ. വേണ്ട പോണ്ട. നാളെ തന്നെ തുടങ്ങണം. അതെങ്ങനെയാണോ? 2 ആഴ്ച എങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ? 2 പണിക്കാരോടുന്ന കേസല്ലേ ഉള്ളൂ. പിന്നെ നീ നിന്റെ സൗകര്യം വിളിച്ചു. സന്തോഷം, അവൻ അങ്ങനൊരു കൊതമ്പൊക്കി നാറി. ഈ കഴപ്പൻ രാത്രിയിലും നിന്റെ ഈ കുഴ കുടഞ്ഞ ഇരുപ്പ കാണുമ്പോ എന്റെ സെലേനെ കാണാം. ഒത്തിരി നേരമായി നീ വന്നിട്ട്? കുറച്ചു നേരമായി. ശരി കേട്ടാ, ബൈക്ക് ഞാനൊന്ന് എടുക്കുവാണേ. നീ എന്നാ ഇരുട്ടത്തിരിക്കുന്നേ? അമ്മയും കൊച്ചുകൂടെ? ഇതെന്നാ ഈ കുറ്റിയൊക്കെ ഇട്ടിരിക്കുന്നു? നീ എന്നാ പണിയാ കാണിക്കുന്നത്? നീ എന്നാ തന്നെ വാല് പൂട്ടിയ? വാതിലോർക്കാൻ എവിടെയെങ്കിലും വെച്ച് നമ്മൾ കാണുന്നു. ഞാൻ പറഞ്ഞത് ഇവിടെ വെച്ചാവുന്നു കരുതിയില്ല അല്ലേ വിവേകാനന്ദൻ? നിങ്ങളെന്നാ എന്നെ വിചാരണ ചെയ്യാൻ പോവാണോ? ഇനി ഞങ്ങള് പറയണത് താൻ അനുസരിക്കും, മനസ്സിലായോ? മിസ്റ്റർ വിവേകാനന്ദൻ, എന്റെ യൂട്യൂബ് ചാനലിനെ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉള്ളതാ. ഐഷൂസ് വ്ലോഗ്. ഇന്നത്തെ എപ്പിസോഡ് മാസാവുന്ന് ഞാൻ രാവിലെ മുതൽ പ്രമോ വിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യൂവേഴ്സ് കട്ട വെയിറ്റിംഗ് ആയിരിക്കും. നമുക്കിന്ന് തുടങ്ങിയാലോ? ഞാൻ ലൈവ് പോവാൻ പോവാം. ഓക്കേ, അവിടെ എല്ലാം സെറ്റ് അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, എല്ലാം ഓക്കെയാണ്. ഓൾ ദി ബെസ്റ്റ്. Hi guys, it's me Aishu. Welcome back to Aishu's vlog. സാധാരണ ഞാൻ റെക്കോർഡഡ് വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ലൈവിൽ വന്നതിന് ഒരു പ്രത്യേക റീസൺ ഉണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ മനസ്സിലാവും. ഇന്നിപ്പോ ഈ ലൈവില് ഞാനൊരു പ്രശ്നം അവതരിപ്പിക്കാൻ പോവാം. സൊല്യൂഷൻ നിങ്ങൾ പറയണം. ആൻഡ് യു ഹാവ് ടു സജസ്റ്റ് ദ ക്ലൈമാക്സ് ടു. ഓക്കെ, ദെൻ വാച്ച്. ഞാനിപ്പോ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഒരു വില്ലേജിലെ ഒരു വീട്ടിലാണ്. വിവേകാനന്ദൻ എന്ന ആളുടെ വീട്ടിൽ. ഈ വിവേകാനന്ദനാണ് ഇന്നത്തെ നമ്മുടെ ലൈവിലെ താരം. വിവേകാനന്ദനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് അയാളുടെ ലൈഫിലെ
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 2 പേരെ ഞാൻ പരിചയപ്പെടുത്താം. സിത്താര വന്നേ. വാ. ഇത് സിത്താര, വിവേകാനന്ദന്റെ ഭാര്യയാണ്. ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി സിത്താര പറയും. നമസ്കാരം. ഞാനൊരു സാധാരണ സ്ത്രീയാ. ഇത് കണ്ടോ ചേട്ടായി? ഇത് എന്നാ സംഭവം? 7 വർഷമായി. ഒരു മോളുണ്ട്. ഹസ്ബൻഡിന്റെ അമ്മയുടെ കൂടെ ഈ വീട്ടിലാണ് താമസിക്കുന്നത്. വിവേകേട്ടൻ ഒരുപാട് പ്രത്യേകത ഉള്ള ഒരാളാ. വളരെ മാന്യൻ. ഇവിടെ ഈ നാട്ടിലുള്ളവർക്കൊക്കെ വിവേകേട്ടനെ കുറിച്ച് നല്ല അഭിപ്രായ. സച്ചേട്ടാ, നല്ല സ്നേഹമുള്ള ഇത് മനുഷ്യൻ. കണ്ടോ? പക്ഷെ ഇതൊന്നുമല്ല വിവേകാനന്ദൻ. രാത്രി ഞങ്ങൾ ഒറ്റയ്ക്കാവുമ്പോ വിവേകേട്ടൻ മറ്റൊരാളാണ്. സിത്താര ബാക്കി പറയുന്നതിന് മുമ്പ് നമുക്ക് ഒരാളെ കൂടെ പരിചയപ്പെടണം. ഞാൻ ഡയാന, വിവേകാനന്ദന്റെ പാർട്ട്ണറാണ്. കഴിഞ്ഞ 4 വർഷമായി എറണാകുളത്ത് എൻ്റെ വീട്ടിൽ വി ആർ ലിവിങ് ടുഗെദർ. വിവേകാനന്ദന് വേറെ ഭാര്യയും കുടുംബം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ അയാളുടെ കൂടെ ജീവിതം തുടങ്ങിയത്. എൻ്റെ പേഴ്സണൽ പ്രോബ്ലംസും അപ്പോഴത്തെ സാഹചര്യങ്ങളും കൊണ്ട് ഞാൻ അയാളെ വിശ്വസിച്ചൊപ്പം ജീവിച്ചു. സിത്താരയ്ക്കൊന്നും അറിയില്ലായിരുന്നു ഇന്നലെ ഞാൻ പറയുന്നത് വരെ. ആദ്യമൊക്കെ വിവേകിൻ്റെ പെരുമാറ്റം എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്തിരുന്നു. പിന്നെയാണ് ഇയാൾ ശരിക്കും എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഭാര്യയുള്ളൊരു പുരുഷനെ ഒരു ബാധ്യം കൂടാതെ സ്നേഹിച്ചതിനെയും അയാളുടെ കൂടെ ജീവിച്ചതിനെയും ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഈ വീഡിയോയിൽ അയാളുടെ ഭാര്യയും ഞാനും ഒരുമിച്ച് വരാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ. ആ കാരണം 2 പേരും ഷെയർ ചെയ്ത അവരുടെ എക്സ്പീരിയൻസസ് ആണ്. ഒരേപോലെ അനുഭവിച്ച മെന്റൽ ട്രോമ, ഫിസിക്കൽ അബ്യൂസ്. നോർമലി പരസ്പരം ഏറ്റുമുട്ടേണ്ടിയിരുന്ന 2 സ്ത്രീകൾ അവരുടെ എക്സ്പീരിയൻസസ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാൻ ഒരുമിച്ച് വന്നതിന്റെ റീസൺ ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. അതിന് കാരണക്കാരനായ നേരത്തെ ഞാൻ പറഞ്ഞ ആ ലൈവിലെ താരം നമ്മുടെ കൂടെ ഉണ്ട്. ആദ്യമേ പറയാം, ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. അയാളുടെ എന്ത് റിയാക്ഷനും ഞങ്ങൾ ഉത്തരവാദികളല്ല. ലുക്ക് അറ്റ് മിസ്റ്റർ വിവേകാനന്ദൻ. ഈ അവസ്ഥ ഇയാൾ തന്നെ സ്വയം ഉണ്ടാക്കിയെടുത്തതാണ്. Men are different types and of course women too. അതുകൊണ്ട് ഈ ലൈവ് കാണുന്നവരാരും ഇതിനെ ജനറലൈസ് ചെയ്ത് ഇയാളെ ന്യായീകരിക്കാൻ വരരുത്. ഇത്രയും നാളും സ്നേഹവും കരുതലും അഭിനയിച്ച് ഇയാൾ ഞങ്ങളെ ചീറ്റ് ചെയ്യായിരുന്നു. സെക്സ് എന്ന് പറയുന്നത് പാർട്ട്ണറിന്റെ കൺസെന്റ് ആവശ്യമില്ലാത്ത ആണിന്റെ അവകാശം എന്ന് കരുതുന്ന ഒരുത്തന്റെ ആണധികാരത്തിന്റെ ഇരകളാണ് ഞാനും സിത്താരയും. മോളെ, എന്താ ചേച്ചി? ഉച്ചയ്ക്ക് എന്നതാ ഉണ്ടാക്കണ്ടേ? ആ, അതെന്തെങ്കിലും പച്ചക്കറി മതി. അയ്യോ കൊച്ചേ, ഇതൊന്നും അകത്തോണ്ട് വയ്ക്കുന്ന അച്ചായന് ഇഷ്ടമല്ല കേട്ടാ. എന്താ? അല്ല, ആ കാര്യത്തിലെ അച്ചായൻ പറയുന്നതിനോട് എനിക്ക് യോജിപ്പ്. എന്തു പറഞ്ഞു? ജീവനുള്ള ഇതുങ്ങളെ പിടിച്ച് അകത്തോണ്ട് വയ്ക്കുന്നതേ ജയിലിലിടുന്ന പോലെ അല്ലേ? അതൊക്കെ ഐശ്വര്യക്കുറവന്നേ. അങ്ങനെയൊക്കെ ഉണ്ടോ? നമുക്കിതിനോടൊക്കെ സ്നേഹമുള്ളതുകൊണ്ടല്ലേ. എൻ്റെ വീട്ടിലൊക്കെ നിറച്ചും ചെടികളാ. ആണോ? എന്നിട്ട് അവിടെ കുഴപ്പമൊന്നും ഉണ്ടായില്ലേ? ദേ വരുന്നു, ഞാൻ പോവാണേ. ഇതൊക്കെ എന്നതാ? രതിയൊന്നും പറഞ്ഞില്ലേ? എന്നെ അല്ല, പറഞ്ഞിരുന്നു മറ്റോ. ആ, നീ ഒരു വായനക്കാരിയെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പുസ്തകങ്ങൾ തപ്പുകയായിരുന്നു. നല്ല ഉഗ്രം പുസ്തകങ്ങളാ. എൻ്റെ അനിയൻ ജോണിന്റെ ഭാര്യ ഇതൊക്കെ വായിച്ചിട്ട് അവളൊന്ന് ഒതുങ്ങി. ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ നീയും ഒരു 1-ാം തരം കുടുംബിനിയാവും, ഉറപ്പാ. അച്ഛൻ ചെസ് കളിക്കൂ? നമ്മളൊന്ന് കളിച്ചു നോക്കിയാലല്ലേ അറിയൂ. ആ, എന്നാ ഞാനൊരു ഗെയിം സെറ്റ് ചെയ്യട്ടെ. ആ, എന്തേ? ആ കഴപ്പന്മാർ കുണച്ചു കുണച്ച് എൻ്റെ വീട്ടിലോട്ട് കയറിയോ? എന്നാലും കാണട്ടെ.
എടാ ബേബിയെ, ഏത് പരന്നാറുകളാണ് എൽദോസിന്റെ പണി തടയാൻ വന്നിരിക്കുന്നത്? അതിനാച്ചായ ഇതുവഴി വണ്ടി പോണ്ടായോ? എന്നാ വണ്ടി പോണല്ലേ? ഞാൻ കെട്ടിയ വേലിയും പൊളിച്ചേച്ച് മറ്റേ കൂടെ നിന്റെ വണ്ടി അങ്ങോട്ട് കയറ്റി കൊണ്ടോ അല്ലേ? ആരാടാ ഇത് പൊളിച്ചേ? അങ്ങനെ പറഞ്ഞ എങ്ങനെയാച്ചായ? ഇത് പൊതുവഴിയല്ലേ? ആണോ? പൊതുവഴിയാന്ന് നിന്റെ അപ്പനങ്ങ് തീരുമാനിച്ചു. എടാ കഴിഞ്ഞ 1 മാസം മുന്നേ പറഞ്ഞോ ഇനി ഇതുവഴി പോകാൻ പറ്റില്ല എന്ന്. കല്ലെടുത്തുള്ള മാറി നിൽക്കണ ഊളകളെ. അയ്യോ അച്ഛാ, എന്താ എന്തു പറ്റി? അല്ല ഇതാരാ? അച്ഛൻ്റെ പുതിയ ഭാര്യ നീ എന്തിനാ ആണോ? അല്ല, ഞാൻ ഒരു ശബ്ദം. കേറിപ്പൊടി അത്തോട്ട് കേറിപ്പോൻ. ഞാൻ ആദ്യമായിട്ടോ കേട്ടോ കാണുന്നേ. കൊള്ളാലോ സാധനം. ആരാടാ ആരാടാ അത് പറഞ്ഞ? ആരാടാ? അച്ഛാനിങ് വന്നേ. അച്ഛാനിങ് വന്നേന്നേ. എന്താ അച്ഛനിപ്പോ ഒരു കുടുംബമായിട്ടൊക്കെ താമസിക്കുന്നല്ലേ? അതിന് അല്ല അതിനൊന്നും ഇല്ലേ. ഈ ഉള്ളവനോട് എന്തിനാ അച്ഛൻ സംസാരിക്കാൻ നിൽക്കുന്നത്? നമുക്കിവിടെ റോഡ് അടച്ചു കെട്ടണം. കെട്ടിയിരിക്കും. അച്ഛനിപ്പോ പോയിട്ട് ആ കൊച്ചിനെ ഒന്ന് സമാധാനിപ്പിക്കും. ഇനി ഈ ഊളകളൂടെ കിടന്ന് മിണക്കരുത്. മിണക്കേല മിണക്കേലെന്നേ. എന്നാലും ഇപ്പൊ നമ്മൾ തടഞ്ഞില്ലേ, കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു. നീ ആ മെമ്പറെ അച്ഛാ ഞാൻ ഏറ്റു കേട്ടോ. എന്നാ പോവാ. അല്ല പിന്നെ